ടെൽ അവീവിൽ വീണ്ടും ഹിസ്ബുള്ളയുടെ വലിയൊരു ആക്രമണം നടന്നിരിക്കുകയാണ്. അതായത് ടെൽ അവീവിലെ 2 സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ലക്ഷ്യം കണ്ടതും ആളുകൾ മരിച്ചതിന്റെയും പരിക്കേറ്റതിന്റെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. ഈ ടെൽ അവീവിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള നടത്തുന്ന ഓരോ ആക്രമണങ്ങളും വലിയ ഭീതിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മറ്റുള്ള ഐഫൈ പോലെയോ അല്ലെങ്കിൽ വടക്കൻ ഇസ്രായേലിലെ സ്ഥലങ്ങൾ പോലെയോ മറ്റുള്ള ഇസ്രായേലിലെ സ്ഥലങ്ങളെ പോലെയല്ല ടെൽ അവീവ് എന്നുള്ളത്. അവരുടെ ഏറ്റവും സുരക്ഷിതമായ സിറ്റിയാണ്, അവരുടെ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവരുടെ ഏറ്റവും സുരക്ഷിതമായ സിറ്റി ആയിട്ടാണ് ടെൽ അവീവിനെ കാണുന്നുള്ളത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ അവിടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ എത്തിയതായി, അവിടെ ഹിസ്ബുള്ളയുടെ മിസൈലുകൾ പതിച്ചതായി, അത് മുഴുവൻ അയൺഡോം സംവിധാനത്തെയും താഡ് സംവിധാനത്തെയും ഒക്കെ മറികടന്നുകൊണ്ട് ലക്ഷ്യം നേടിയതിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഇസ്രായേലിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. കാരണം ടെൽ അവീവിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് പരമായ കാര്യങ്ങൾ നടക്കുന്നുള്ളത്. ഏറ്റവും സുരക്ഷിതമായ ഇസ്രായേലിലെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സ്ഥലം എന്നുള്ളത് ടെൽ അവീവാണ്. അത്തരം ടെൽ അവീവിലെ സെൻട്രൽ ഏരിയയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ള ഈ ആക്രമണം നടത്തിയതിന്റെ ഉദ്ദേശം എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോക്സ് പേഴ്സണെ, അത് മാധ്യമമായിട്ട് സംസാരിക്കുന്ന, മാധ്യമങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന, അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൊലപ്പെടുത്തിയതായിട്ടുള്ള ഇസ്രായേൽ അവകാശവാദം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹിസ്ബുള്ള ഇത്തരം വലിയൊരു ആക്രമണം ഈ ടെൽ അവീവിനെ ലക്ഷ്യമാക്കി നടത്തുകയും അവിടെ നേരിട്ടുള്ള ഹിറ്റുകൾ റിപ്പോർട്ട് ചെയ്യും, നേരിട്ട് അത് പതിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഓരോ ദിവസങ്ങളിലും അവിടങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അവിടുത്തെ എം പിമാർ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ചില എം പിമാർ പറഞ്ഞിരിക്കുന്നത് ഗസയിലുള്ള അധിനിവേശത്തിന്റെ കെടുതികൾ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഇസ്രായേലിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. മാർപ്പാപ്പ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കണമെന്നും നടപടികൾ ഉണ്ടാവണമെന്നും ഇസ്രായേൽ എന്ന രാജ്യവും ബെഞ്ചമിൻ നെതന്യാഹുവും ഇത്തരത്തിൽ യുദ്ധക്കുറ്റം ചെയ്തുവെന്നുള്ള നിലപാട് മാർപ്പാപ്പ പറയുന്നു. ഇങ്ങനെ വളരെ വലിയ ഒരു സാഹചര്യം പൊതു സമൂഹത്തിലും അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ ലോക സമൂഹത്തിന് മുമ്പിൽ അകപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിന് ഇപ്പോൾ ഇവിടെ ടെൽ അവീവിന്റെ മധ്യഭാഗത്ത് തന്നെ ഈ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ എത്തിക്കൊണ്ട് അവിടെ സ്ഫോടനങ്ങൾ നടത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന്റെ വിവരങ്ങൾ, അതിന്റെ ദൃശ്യങ്ങൾ കൂടുതൽ ഭയാനകരമാണ്. കാരണം ഒരു ബങ്കറിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്ത് കുറച്ച് ആളുകൾ നിൽക്കുകയും അവിടെ തന്നെ ഇത്തരം ഇവരുടെ മിസൈലുകൾ പതിക്കുകയും അവിടെ അവരൊക്കെ ഓടിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വലിയ ആഘാതമാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ ഫൂട്ടേജുകളിൽ വളരെ കൃത്യമായിട്ട് അത് കാണാവുന്നതാണ്. വളരെ ദൂരെ നിന്നും എടുത്ത ഫൂട്ടേജിൽ, കിലോമീറ്ററുകൾ ദൂരെ നിന്നെടുത്ത ഫൂട്ടേജിൽ പോലും വലിയ രീതിയിലുള്ള ഉഗ്രസ്ഫോടനമുള്ള ശബ്ദമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഹിസ്ബുള്ള ഈ ഒരു ആക്രമണം വളരെ കനത്ത രീതിയിൽ തന്നെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാന കേന്ദ്രമായ ടെൽ അവീവിലെ തന്നെ നടത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പും അവർ ടെൽ അവീവിൽ ലക്ഷ്യം നേടിയിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയിലേക്കടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ഒരു ശൈലി വെച്ച് ടെൽ അവീവിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലേക്ക് നേരെ തന്നെ അവരെ ആക്രമണം നടത്താൻ സാധിക്കുന്നുവെന്ന്, ഏത് നിമിഷവും അത്തരം ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുന്നുവെന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നുള്ളത്. മറ്റൊരു കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് റഷ്യയുടെ ആയുധങ്ങൾ ഈ ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിന് ഉണ്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അഥവാ ഇസ്രായേൽ അത്തരം കാര്യങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് റഷ്യയുടെ ആയുധങ്ങൾ, റഷ്യ എന്നുള്ളത് യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അത് സിറിയ വഴി, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിറിയ വഴി ഇത്തരം ഒരു ഹിസ്ബുള്ളയ്ക്ക് സഹായകമായിട്ടുള്ള ഒരു സമീപന രീതി, അതായത് ഹിസ്ബുള്ളയ്ക്ക് റഷ്യൻ ആയുധങ്ങൾ കിട്ടി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ നോക്കുമ്പോൾ സിറിയയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ കഴിഞ്ഞ ദിവസം ആക്രമണങ്ങളൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ട് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ടെൽ അവീവിൽ ഇത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ ഒരുപാട് ജൂത സമൂഹം, അതിനോടൊപ്പം തന്നെ ടൂറിസ്റ്റുകൾ, പുറത്തു നിന്നും വരുന്ന, പുറം രാജ്യങ്ങളിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകളൊക്കെ താമസിക്കുകയും അവരൊക്കെയുള്ള കേന്ദ്രങ്ങളൊക്കെ ഉള്ളത് ടെൽ അവീവിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ അടുത്ത് തന്നെ മലയാളത്തിലുള്ള ഒരു പ്രമുഖ യൂട്യൂബർ ബ്ലോഗർ കൂടി അവിടെ ചെന്നെത്തിയിട്ടും അവിടെ വീഡിയോ എടുത്തത്, അത്
ലോകത്തിന് മുമ്പിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ടെൽ അവീവ് എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ടെൽ അവീവിലേക്ക് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ കൃത്യമായി പതിച്ചപ്പോൾ അത് വലിയ ആഘാതം തന്നെ ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ ഇതിന് ഏത് രീതിയിൽ പ്രതികരണം ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് ഇസ്രായേലി സൈനികർക്കാണ് ലെബനനിലും അതോടൊപ്പം ഫലസ്തീനിലുമുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഈ കണക്ക് എന്നുള്ളത് 500-ന് മുകളിൽ എന്നായി. അതായത് ഈ ഒക്ടോബറിന് ശേഷം 500-ന് മുകളിൽ ഇസ്രായേലി സൈനികർക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ച കണക്കുകൾ പ്രകാരം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെൽ അവീവിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ, മിസൈലുകൾ വീണ്ടും പതിക്കുമ്പോൾ അത് ഇസ്രായേലി ജനതകൾക്കിടയിൽ ഉണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഇസ്രായേലിൽ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. ബന്ദികളെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള അത്തരം ആവശ്യങ്ങളുമായിട്ട് സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും മുറയില്ലാതെ ഓരോ ദിവസവും ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നത് ഒരു വശത്ത് കിടക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിൽ അതീവമായ ഗുരുതരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്ന്, യുദ്ധം അനിശ്ചിതമായി നീണ്ടുകൊണ്ടു പോവുകയാണ്. ഇസ്രായേലികൾക്കിടയിലെ വലിയ അവമതിപ്പ് നെതന്യാഹുവിനെതിരെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയും അതിന്റെ അന്വേഷണങ്ങൾ നടക്കുകയും അതിൽ കോടതി നടപടികൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ വസതിയെ ലക്ഷ്യമാക്കി 2 പ്രാവശ്യമാണ് അറ്റാക്ക് നടന്നത്. ഒരു പ്രാവശ്യം ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ അവിടെ പതിച്ചു. മറ്റൊരു സമയത്ത് വേറൊരു രീതിയിലുള്ള ബോംബുകൾ, തീ പടർത്തിയുള്ള ഒരു ആക്രമണങ്ങൾ അവിടെ നടന്നു. അതിനൊന്നും വിശദാംശങ്ങൾ പുറത്തു വരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി വേണം ഈ ടെൽ അവീവിൽ ഇത്തരം വലിയൊരു ആക്രമണം, ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ കണ്ട മറ്റൊരു വലിയൊരു ആക്രമണമായിരുന്നു ഇപ്പോൾ ഹിസ്ബുള്ള ടെൽ അവീവിൽ നടത്തിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി തരുന്നത് ടെൽ അവീവ് പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമല്ല എന്ന് തന്നെയാണ്. അത് അവരുടെ മർമ്മപ്രധാനമായ ഒരു സിറ്റി പോലും ഹിസ്ബുള്ളയ്ക്ക് ലക്ഷ്യം വെക്കാൻ കഴിയുന്ന രീതിയിൽ, ഹിസ്ബുള്ളയ്ക്ക് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ യുദ്ധങ്ങൾ കൊണ്ടിട്ടുള്ള ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്നുള്ളത്. അഥവാ ഇസ്രായേലിൽ സുരക്ഷിതമായ പ്രദേശങ്ങൾ എന്ന് പറയാവുന്ന സ്ഥലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ്. ഈ ടെൽ അവീവിലും അല്ലെങ്കിൽ ഹൈഫയിലും അല്ലെങ്കിൽ മറ്റ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെയും അൽറാമുകൾ ഏത് സമയത്തും മുഴങ്ങാറുണ്ട്. ഈ അയൺ ഡോം സിസ്റ്റം പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് പലയിടത്തും വലിയ ആക്രമണങ്ങൾ ഒഴിവാകുന്നുള്ളത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ ടെൽ അവീവിലെ ആക്രമണം എന്നുള്ളത് ഹിസ്ബുള്ള ഏത് നിമിഷവും ടെൽ അവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ തങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയുന്ന ഒരു സംഘമായിട്ട് കൂടി ഇപ്പോൾ മാറിയിരിക്കുകയാണ്.